ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഡെലിവറി സ്റ്റോറി. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ആ പാർട്ട് 1 ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ എങ്ങാനും കൊടുക്കാം കേട്ടോ, അതിൻ്റെ ലിങ്ക്. അപ്പോൾ കാണാത്തവർ പോയി കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ അതിൽ അവസാനിപ്പിച്ചിട്ടുണ്ടായത് 8ാം മാസത്തിൽ OP കാണിക്കാൻ പോയതായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ 8ാം മാസം OP ഒക്കെ കാണാൻ പോയി. ആ പോയ OPയിൽ തന്നെ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കുട്ടിയുടെ വളർച്ചയുടെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം മെയിൻ ഡോക്ടറെ കണ്ടു, പുള്ളിക്കാരത്തി അന്നേരം തന്നെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അന്നേരം നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ പോയൊരു ഇതായിരുന്നത്. നമ്മൾ വിചാരിച്ചില്ല അഡ്മിറ്റ് ആവാൻ പറയുന്നൊന്നും. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ അഡ്മിഷനൊക്കെ ഇങ്ങനെ എടുക്കണമല്ലോ, അതൊക്കെ എടുത്തു. അങ്ങനെ അശ്വർ തന്നെ അവിടെ വാർഡിലാണ്. അപ്പോൾ അങ്ങനെ വാർഡിലാക്കി. അപ്പം നമ്മളാണ് ഒന്നും കരുതിയിട്ടുണ്ടായില്ല, ഡ്രസ്സില്ല, ഒന്നുമില്ല. അപ്പോൾ അശ്വർ തന്നെ അവിടെ ആക്കിയിട്ട് അവൻ തിരിച്ച് വീട്ടിൽ വന്നു. ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം അവിടെ കൊണ്ടു തന്നു കേട്ടോ. പിന്നെ കൂടെ നിൽക്കാനൊന്നും ആരുമില്ല. അപ്പോൾ ഞാൻ തന്നെ ആയിരുന്നു ആ സമയത്ത്. അശ്വർ എനിക്ക് രാവിലെ ഫുഡ് വാങ്ങിത്തരും, എന്നിട്ട് അവൻ വർക്കിന് പോകണമല്ലോ. വർക്കിന് പോകാതിരുന്ന് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ അവിടെ വിസിറ്റേഴ്സ് ടൈം വരിക ഉച്ചക്കൊരു 12 മണി മുതൽ 4 മണി വരെ ആയിരുന്നു. അപ്പോൾ ആ സമയമാകുമ്പോൾ അശ്വർ എനിക്ക് ഉച്ചക്കത്തെ ഫുഡും കൊണ്ട് വന്നിട്ട് കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ആദ്യം പോകും കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് ഇതെന്ന് പറയുന്നത്. പിന്നെ എനിക്ക് അവിടുന്ന് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. നമ്മൾ ഒരുപാട് പേര് അടുത്തടുത്തുണ്ടായ ബെഡിലുണ്ടായ ഒരുപാട് പേരെ കിട്ടി. അവരൊക്കെയായിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. അതിലുപരി ഞങ്ങളുടെ എല്ലാവരുടെയും മക്കൾ 1-2 ദിവസത്തിൻ്റെ വ്യത്യാസത്തിലുണ്ടായതാട്ടോ. അപ്പം അങ്ങനെ കുറേ പേരെ കിട്ടി. പിന്നെന്താ, അങ്ങനെ 8ാം മാസം സ്റ്റാർട്ടിങ് തന്നെ ആയിരുന്നു അഡ്മിഷൻ. ഒരു ജനുവരി ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ തന്നെ അഡ്മിഷൻ എടുത്തു. അങ്ങനെ പോകുമ്പോൾ രാവിലെ ഡോക്ടർമാരൊക്കെ റൗണ്ട്സിന് വരും. അങ്ങനെ അപ്പോൾ രാവിലെയൊക്കെ ഡോക്ടർമാർ വന്ന് റൗണ്ട്സിന് ചെയ്യും. അതുപോലെ തന്നെ ഹൗസ് സർജൻസ് ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പം കുട്ടി ഡോക്ടർമാർ. അപ്പോൾ അവർ BP കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, അതൊക്കെ നോർമലായിരുന്നു. എനിക്ക് പുറമെ കാണുകയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഭയങ്കര ആക്റ്റീവാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷെ എനിക്ക് 12ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഫിക്സിന് മരുന്നെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് ഈ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് അവിടുത്തെ ന്യൂറോ സർജൻ അത് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന നല്ല ഡോസുള്ള ഗുളികയായിരുന്നു. അപ്പോൾ അത് കുട്ടിക്ക് ദോഷമായതുകൊണ്ട് എനിക്കത് മരുന്ന് മാറ്റിയിട്ട് ഞാൻ ഡോസ് കുറഞ്ഞ മരുന്നാട്ടോ എടുക്കുന്നുണ്ടായത്. അപ്പോൾ ആ ഒരു പ്രശ്നം എനിക്ക് കുറച്ചൊരു ടെൻഷനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു വളർച്ചയുടെ കുറവും. അപ്പം അടുത്ത് എൻ്റെ ബെഡിലുണ്ടായിരുന്നവരൊക്കെ ഭയങ്കര കെയറിങ് ആയിരുന്നു. അപ്പോൾ അവരൊക്കെ എന്താ പറയുക, നന്നായി ഫുഡ് കഴിക്കുക, അവരെന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മേടിച്ചാൽ എനിക്ക് അതിൽ നിന്ന് തരിക, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് നല്ല കുറേ ഫ്രണ്ട്സും സുഹൃത്തുക്കളായാലും അങ്ങനെ കുറേ പേരെ കിട്ടി കേട്ടോ. പിന്നെ എനിക്ക് പേടി എന്താണെന്ന് വെച്ചാൽ, സിസേറിയൻ ആണെങ്കിൽ എന്താ നമുക്കറിയില്ലല്ലോ, സിസേറിയൻ ആണോ നോർമലാണോ നമുക്കറിയില്ല. സിസേറിയൻ ആണെങ്കിൽ എന്നോട് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു, സിസേറിയൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആരും ഇല്ലല്ലോ, എന്താ ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞ് ചില ആൾക്കാരൊക്കെ പേടിപ്പിച്ചു കേട്ടോ. പക്ഷേ നമുക്കറിയില്ല, വരുന്നിടത്ത് കാണാമെന്നുള്ള രീതിക്ക് അങ്ങോട്ട് മൂവ് ഓൺ ചെയ്തു. അപ്പം എന്നിട്ട് എനിക്ക് തോന്നുന്നു 23-ാം തീയതി ഡോക്ടർ വന്നു. ഡോക്ടർ പറഞ്ഞു നമുക്ക് നാളെയും കൂടി നോക്കാം. അതായത് 24-ാം തീയതിയാണ് എനിക്ക് 9ാം മാസം സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇന്ന് ഒരു ദിവസം കൂടി നോക്കിയിട്ട് നമുക്ക് നാളെ ലേബർ റൂമിൽ കയറ്റാം, മരുന്ന് വെച്ച് പ്രസവിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാനും ആലോചിച്ച് ഈ മരുന്ന് വെച്ച് എങ്ങനെ പ്രസവിപ്പിക്കുക, കാരണം എനിക്ക് ഫസ്റ്റ് ടൈമാണ്, പറഞ്ഞുതരാൻ ആരുമില്ല, എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ അടുത്തുണ്ടായ ഒരു ചേച്ചിയോട് ഇങ്ങനെ ചോദിച്ചു, എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഒന്നെങ്കിൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ അവരൊരു ഗുളിക തരും, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് പ്രസവ വേദന വരും. അപ്പം അങ്ങനെയാണ് മരുന്ന് വെച്ച് പ്രസവിപ്പിക്കുക എന്നുള്ള രീതിക്ക്. അപ്പം ഞാൻ നോക്കുമ്പം 24-ാം തീയതി. അപ്പോൾ 24/1/24 ഫാൻസി നമ്പർ. അപ്പോൾ ഡെലിവറി പെട്ടെന്ന് കഴിയുമായിരിക്കും, ആ ഒരു മൈൻഡ് സെറ്റാട്ടോ എനിക്ക്. അങ്ങനെ ഞങ്ങളൊരു 3-4 പേരാണ് അന്നത്തെ ദിവസം ലേബർ റൂമിൽ കയറിയത്. അപ്പോൾ കയറുന്ന സമയത്ത് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, സ്വാഭാവികമാണല്ലോ. അങ്ങനെ കയറി ആദ്യം തന്നെ നമ്മളെ യൂട്രസ് വികസിക്കാൻ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ഒരു പൈപ്പ് കിട്ടുന്നുണ്ട്. എൻ്റെ അമ്മോ, എൻ്റെ കണ്ണീന്ന് പൊന്നീച്ചനെ വരെ ഞാൻ കണ്ട്. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ അത് തന്നെ യൂട്രസ് അങ്ങനെ വികസിക്കുമ്പോൾ ആ പൈപ്പ് വീഴുന്നാണ് പറഞ്ഞത്.
എൻ്റെതൊഴിച്ച് എൻ്റെ കൂടെ വന്നവരുടെ ഒക്കെ പൈപ്പ് തന്നെ പൊട്ടുകയും ചെയ്തു. അവരുടെ ഡെലിവറിയും കഴിഞ്ഞു. എനിക്കാണെങ്കിൽ പെയിൻ വരുന്നുണ്ട്, പക്ഷെ നിർത്തിയുള്ള ആ ഒരു പെയിൻ അങ്ങനെയാണ്. അപ്പം ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് ഇന്നൊരു ദിവസം മൊത്തം നോക്കാം. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഫിക്സിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആ ഒരു ടെൻഷൻ കൂടി ഉണ്ട്. അപ്പം എന്താ പറയുക, ഡോക്ടർമാരിങ്ങനെ എഴുതി വാങ്ങുന്നുണ്ട്. മീൻസ് എന്തേലും സംഭവിച്ചാൽ, അതായത് ഇപ്പോൾ എനിക്കാണേലും കുട്ടിക്കാണേലും ഒരു ഉറപ്പില്ല. ചിലപ്പോൾ ആ സമയത്ത് എങ്ങാനും നമുക്ക് ഫിക്സ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത് 80% അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള രീതിക്ക് ഡോക്ടർമാർ പറഞ്ഞു. പിന്നെ നമുക്ക് വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അശ്രുവിനോട് ബുക്കിലൊക്കെ എഴുതി ഒപ്പം സൈനൊക്കെ മേടിച്ചു. ഞാനും സൈൻ ഇട്ട് കൊടുത്തു. അങ്ങനെ 24-ാം തീയതി എൻ്റെ ഡെലിവറി നടന്നില്ല. പക്ഷേ എനിക്ക് വേദന വന്നും പോയിക്കൊണ്ടുണ്ട്. ഡോക്ടർമാർ ഇടയ്ക്കിടയ്ക്ക് എന്നെ സ്കാനിങ്ങിന് കൊണ്ട് നോക്കുന്നുണ്ട്. പക്ഷെ കുട്ടി തിരിഞ്ഞു വരുന്നില്ല. പക്ഷെ എനിക്ക് നല്ല പെയിനും ഉണ്ട്. യൂട്രസ് വികസിക്കുന്നില്ല. ആ പൈപ്പാണെങ്കിൽ എൻ്റെ അതിൽ നിന്ന് വീണിട്ടില്ല. അങ്ങനെയാണ്. അപ്പോൾ മെയിൻ ഡോക്ടർ റൗണ്ട്സിന് വന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു 25-ാം തീയതി ഉച്ച വരെ നമുക്ക് നോക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. കാരണം എന്താ പറയുക, സിസേറിയൻ ആണെങ്കിൽ നോക്കാൻ ആരുമില്ല, അറിയില്ല എന്താവുമെന്ന്. അപ്പം ആ ഒരു അവസ്ഥയായിരുന്നു. നോർമലാണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. സിസേറിയൻ ആണെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ ആരെങ്കിലുമൊക്കെ വേണം. ഇനിയിപ്പോൾ വീട്ടിൽ വരാണെങ്കിലും ആരെങ്കിലുമൊക്കെ നമുക്ക് വേണം. ഇപ്പോൾ കുട്ടിയെ നോക്കാനാണെങ്കിലും അറിയില്ല, ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ നമുക്കറിയില്ല. സത്യം പറഞ്ഞാൽ ആകെ എനിക്ക് ടെൻഷനായി. എനിക്ക് ഒന്നാമത് ടെൻഷൻ അശ്രു എന്ത് ചെയ്യും അങ്ങനെയൊക്കെ വിചാരിച്ച് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. അപ്പം ഞാൻ പൊതുവെ എനിക്ക് ഈ വേദനയൊക്കെ സഹിക്കാൻ കുറച്ചൊരു പ്രശ്നമുള്ള കൂട്ടത്തിലാട്ടോ. അപ്പം ഞാൻ അശ്രുവിനോടായാലും തമാശക്ക് ഇങ്ങനെ പറയായിരുന്നു, സിസേറിയനായ പണിയില്ലല്ലോ, അത് പെട്ടെന്ന് അങ്ങ് തീർന്ന് കിട്ടിയാനേ, സിസേറിയൻ ആയാൽ മതിയായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ അശ്രുവിനോട് പറയും കേട്ടോ. പക്ഷെ ദൈവം എന്താണെന്നറിയില്ല, എൻ്റെ പ്രാർത്ഥന കറക്റ്റ് കേട്ടു. സിസേറിയൻ ആയിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ലേബർ റൂമിൽ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, ഹൗസ് സർജൻസ് ചെയ്യുന്ന കുട്ടി ഡോക്ടർമാരുണ്ടല്ലോ, അപ്പോൾ അവരായിട്ടൊക്കെ നല്ല കമ്പനി ആയിരുന്നു. അപ്പോൾ അവരോടായാലും ഞാൻ എന്നെ ചെക്ക് ചെയ്യുന്ന ആൾക്കാരോട് പറയായിരുന്നു, എനിക്ക് ഇനി വേദന സഹിക്കാൻ വയ്യ, എനിക്ക് സിസേറിയൻ മതി എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അവർ പോലും എന്നോട് ഇങ്ങനെ ചോദിച്ചു, നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, ഇനിയിപ്പോൾ അതേ രക്ഷയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സിസേറിയന് കൊണ്ടുവന്ന സമയത്തും ഡോക്ടർമാർ ഇതാ പറയുന്നത്, എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സംഭവിച്ചാൽ കുട്ടി ICUലും കുട്ടി NICUലും അമ്മ ICUലും ആയിരിക്കും. നമുക്ക് 80% മാത്രമേ ഒരു ഉറപ്പ് തരാൻ പറ്റുള്ളൂ, ബാക്കി 20% ദൈവത്തിൻ്റെ കയ്യിലാണെന്നുള്ള രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ കൊണ്ടുപോയി. അശ്രു എൻ്റെ കൂടെ തന്നെ വന്നു. അപ്പോൾ അവൻ പുറത്തിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, അശ്രുവിന് പെൺകുട്ടി വേണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്ക് അശ്രുവോട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആര് ചോദിച്ചാലും അവൻ പറയും പെൺകുട്ടി ആയിരിക്കും അവൾക്ക് എന്നുള്ള ഒരു ഇതന്നെയായിരുന്നു കേട്ടോ. അവൻ ആ ഒരു വിശ്വാസം തന്നെ ആയിരുന്നു. എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ല, പെണ്ണായാലും ആണായാലും നമുക്കൊരുപോലെ ആണല്ലോ, അങ്ങനെ ഒരു മൈൻഡായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എന്തോ ആരുടെ പ്രാർത്ഥനയാണോ എന്നെനിക്കറിയില്ല, എന്തോ പ്രാർത്ഥന ദൈവം കേട്ടു. സിസേറിയനാണെങ്കിലും എനിക്കും എൻ്റെ കൊച്ചിനും ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ ജനുവരി 25-ാം തീയതി ഉച്ചയ്ക്ക് ഒരു 2-2:30 ആ ഒരു ടൈമിലായിരുന്നു ഡെലിവറി. കുട്ടി വെയിറ്റ് 2,340 ആ ജനിച്ച സമയത്ത് കേട്ടോ. പക്ഷെ നമുക്ക് അവളെ കിട്ടിയ സമയത്ത് എന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു വിരൽ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് അശ്രുവിനോട് തന്നെ ചോദിക്കാം കേട്ടോ, അവൻ്റെ ആ ഒരു സമയത്തുള്ള ആ ഒരു ഇത്. അശ്രു പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു ഐശുവിനെ കയ്യിൽ കിട്ടിയപ്പോൾ? ഐശുവിനെ കൈ കിട്ടിയപ്പോൾ എന്താ പറയുക, ഞാൻ ഫസ്റ്റ് പോലെ വരാറില്ല, പെൺകുട്ടി തന്നെ ആയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു പ്രാർത്ഥന കേട്ടു എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. പക്ഷെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ എന്നെ മറ്റേ ലേബർ റൂമിൽ കയറിയ സമയത്ത് എന്നോടും ഡോക്ടർ പറഞ്ഞത് ഒരു എന്താ പറയുക, ഒരു 50-50 എന്നുള്ളൊരു ബേസിലാണ് എന്നോട് സംസാരിച്ചത്. എന്നുവെച്ചാൽ ഒന്നല്ലെങ്കിൽ അമ്മ ഇല്ലെങ്കിൽ കുഞ്ഞ്, എങ്ങാനും നിനക്കെങ്ങാനും ആ സമയത്ത് ഈ സർജറി ചെയ്യുന്ന ടൈമിൽ ഫിക്സ് എങ്ങാനും ആ സമയത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല എന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും കുഞ്ഞിനെ എന്തായാലും ചിലപ്പോൾ NICUലേക്ക് മാറ്റേണ്ടി വരുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെയിറ്റ് നല്ല കുറവ് തോന്നിക്കുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു.
എനിക്ക് നല്ല ടെൻഷനായിരുന്നു. പുറത്ത് നിന്നിട്ട് എന്താ പറയുക, ഒരു 5 ലിറ്റർ വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ടാവും. 5 ലിറ്റർ വെള്ളം ഞാൻ ആ പുറത്ത് നിന്നിട്ട് ആ ഒരു 2 മണിക്കൂറിനുള്ളിൽ ഞാൻ ഒരു 5 ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ടാവും. മെയിനായിട്ട് വേറെ ഒന്നുമല്ല, സിസ്റ്ററിനാണ്, കൂടെ ആരും ഇല്ല. ആ ഒരു ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ലേഡി ആയിട്ട് കൂടെ ആരും ഇല്ലല്ലോ, അതിൻ്റെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കൂടെ. പിന്നെ ലാസ്റ്റ് കുഞ്ഞിനെ ഒരു സിസ്റ്ററെ കൈ കൊണ്ടുവന്ന് തന്നപ്പോൾ സത്യം എൻ്റെ കൈയും കാലൊക്കെ വരച്ച് എനിക്ക് കുഞ്ഞിനെ വാങ്ങാൻ പോലും എനിക്ക് പറ്റിയില്ല. കുഞ്ഞിനെ കണ്ടപ്പോൾ ശരിക്കും എൻ്റെ കണ്ണിന്ന് വെള്ളം വന്നു, കരഞ്ഞു പോയി. അത്രേ ഉള്ളൂ. കുഞ്ഞ് കൈയും കാലും എന്താ പറയുക, അത്ര ഒരു ആകെ ഒരു കുറച്ചൊരു തല മാത്രമുള്ള പോലെ ആയിരുന്നു. അപ്പോൾ ആ കരഞ്ഞ് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കുഞ്ഞിനെ സിസ്റ്ററിനെ മേടിച്ചില്ല. ഞാൻ എടുത്ത കുഞ്ഞിനെ ഞാൻ കൂടെ വീഴുന്നുള്ള ലെവലായിരുന്നു. ഞാൻ പറഞ്ഞു എന്നിട്ട് സിസ്റ്റർ തന്നെയാണ് കുഞ്ഞിനെ എടുത്തത്. എന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെ മേടിച്ചത്. അതെന്താ പറയുക, അത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മുടെ എന്താ പറയുക, അവൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ ഒരു വിരലിന് എനിക്കും നല്ല ടെൻഷനായിരുന്നു എടുക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മാറ്റി പുറത്തേക്ക് കൊണ്ടുവന്നു. അതായത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് അതിൻ്റെ അപ്പുറത്തെ ഒരു മുറിയിലോട്ട് ഇത് ട്രിപ്പ് കയറ്റാൻ വേണ്ടിയിട്ട്. അന്നേരമാണ് ഇവൻ കുട്ടീനെയും പിടിച്ച് നിൽക്കുന്നത് ഞാനങ്ങനെ ശരിക്കും കണ്ടത്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് അശ്രുവിൻ്റെ മുഖത്തൊരു ചിരി ഉണ്ടായി. പിന്നെ എനിക്ക് അങ്ങോട്ട് പിടിച്ച് നിൽക്കാണ്ട് ധൈര്യം ആ ഒരു ഒറ്റ ചിരി മാത്രമായിരുന്നു. അങ്ങനെ ട്രിപ്പ് ആയിട്ട് നിന്നെക്കൊണ്ട് അപ്പോൾ എനിക്ക് കൈയും കാലൊക്കെ ഭയങ്കര അപ്പം എനിക്ക് നല്ല പേടിയായി. കാരണം ഇനി ഫിക്സിൻ്റെ വല്ല ഇതാണോ എന്ന് എനിക്കറിയില്ല. കാരണം നന്നായി വറക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ മൊത്തം തണുപ്പാണ്. എനിക്ക് തണുപ്പ് തീരെ പറ്റില്ല. ഫുൾ AC ആണ്. എനിക്ക് AC തണുപ്പൊന്നും തീരെ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമൊക്കെ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വറക്കുന്നു കൈയും കാലൊക്കെ, എന്നൊന്ന് പെട്ടെന്ന് മാറ്റുമെന്നുള്ള രീതിക്ക് പറഞ്ഞു. അങ്ങനെ അത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് എന്നെ തിരിച്ച് ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നോർമലി ഇവർ അമ്മേനെയും കുട്ടീനെയും ഡെലിവറി കഴിഞ്ഞാൽ ലേബർ റൂമിൽ ഇരുത്താറില്ല, പെട്ടെന്ന് തന്നെ വാർഡിലേക്ക് കൊണ്ടുപോകാറാണ്. പക്ഷെ എൻ്റെ കൂടെ വന്ന നേഴ്സിന് അറിയായിരുന്നു ഇപ്പോൾ കൂട്ടത്തിൽ ആരും ഇല്ല നിൽക്കാൻ, അങ്ങനെയൊക്കെ അറിയായിരുന്നു. അപ്പോൾ ആ ഇടയിൽ നേഴ്സ് തന്നെ അശ്വരോട് പറഞ്ഞിരുന്നു ഏതായാലും ഒരു സ്ത്രീനെ പെട്ടെന്ന് ആക്ക്, എന്തായാലും ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇപ്പം ഇന്ന് വാർഡിലേക്ക് ആക്കുന്നില്ല, നാളത്തേക്ക് ആക്കാം ഞാൻ, പക്ഷെ അപ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് നോക്കാൻ ഏൽപ്പിക്കണം എന്നുള്ള രീതിക്ക് പറഞ്ഞു. അങ്ങനെ അശ്വർ പുറത്തുനിന്ന് അതിനുള്ള തിരക്കിലായി. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ ലേബർ റൂമിൽ ഞങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം അവർ ഇരുത്തി. എന്നിട്ട് പിന്നെ എനിക്ക് പ്രശ്നമായിട്ട് വന്നത് എനിക്ക് ബ്രസ്റ്റ് മിൽക്ക്, മോൾക്ക് പാൽ കൊടുക്കാൻ പോലും നിവൃത്തിയില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്രസ്റ്റിൻ്റെ നിപ്പിൾ കുറച്ച് ഉള്ളിലേക്ക് തള്ളിയിട്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇത് സെക്കൻഡ് ഞങ്ങളെ വാർഡിലോട്ട് മാറ്റി കേട്ടോ. മാറ്റിയ സമയത്ത് കുട്ടിയുടെ വെയിറ്റ് നോക്കി. അപ്പോൾ ഈ ജനിക്കുമ്പോൾ 2,340 ഉണ്ടായ കുട്ടി ഒറ്റയടിക്ക് കറക്റ്റ് 2 കിലോ ആയിട്ടാണ് കുറഞ്ഞത്. കാരണം കൊച്ചിന് പാല് കിട്ടുന്നില്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം അവിടെ നിന്നുള്ള ഈ പീഡിയാട്രിഷ്യൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവരെനിക്ക് സിറിഞ്ചൊക്കെ തന്നത് വലിച്ച് പാലെടുത്ത് അങ്ങനെയൊക്കെ കൊടുക്കാൻ ഇതാക്കി തന്നു. അങ്ങനെ വലിച്ചിട്ട് സിറിഞ്ചോട് വലിച്ചായിരുന്നു നമുക്ക് പാൽ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും എന്നെ നോക്കാനുള്ള ചേച്ചി റെഡി ആയിട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഒരു എമൗണ്ട് തന്നെ ആയിരുന്നു, നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു ഡെയിലി. പക്ഷെ ആ ചേച്ചി എന്നാലും നോക്കും. പിന്നെ ഡെയിലി മോർണിംഗ് കൊണ്ട് രാവിലെ ഷുഗർ ചെക്ക് ചെയ്യാനും പിന്നെ എന്താ പറയുക ആ വെയിറ്റ് നോക്കാനൊക്കെ കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ ചേച്ചി അതൊക്കെ ചെയ്യുമായിരുന്നു, എന്നെ കുളിപ്പിച്ചിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ അശ്വർ വർക്കിന് പോകും. പിന്നെ ആ ചേച്ചി തന്നെ ആയിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ ഉള്ള സമയത്തൊക്കെ എന്നെ നോക്കിയിട്ടുണ്ടായത് കേട്ടോ. അങ്ങനെ ഒരു 1.5 ആഴ്ചത്തോളം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ടായി. പിന്നെ സ്റ്റിച്ചൊക്കെ പതിയെ ഉണങ്ങാൻ തുടങ്ങിയപ്പോൾ അത് പൊട്ടിച്ചു വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ പാലപ്പോഴും ഞാൻ മോൾക്ക് ഇങ്ങനെ സിറിഞ്ചിൽ അത് പിഴിഞ്ഞിട്ട് പാലട വെച്ചിട്ടാട്ടോ കൊടുക്കുന്നത്. ആ സിറിഞ്ച് കൊണ്ട് വലിക്കുമ്പോൾ ആ വേദന എൻ്റെ അമ്മേ എനിക്ക് ആലോചിക്കാൻ വയ്യ. അപ്പോൾ ഇവൾ വെയിറ്റ് ചെറുങ്ങനെ ഒരു പിടി ഇങ്ങനെ കൂടി വരുന്നല്ലാതെ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. പക്ഷേ അമ്മേനെയും കുട്ടിയും ഡിസ്ചാർജ് ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ വീട്ടിലങ്ങനെ ആരും നോക്കാനൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ അശ്വർ തന്നെയാണ് എന്നെ എല്ലാം ചെയ്തു തരിക. രാവിലെ കുളിപ്പിച്ച് തന്ന് എനിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവൻ എടുത്തു വെച്ച് തന്നിട്ടാണ് അവൻ വർക്കിന് പോവുക. വർക്കിന് പോകാതിരിക്കാൻ നമുക്ക് പറ്റില്ല, കാര്യങ്ങൾ നടന്നു പോകണമല്ലോ. അങ്ങനെ ഡിസ്ചാർജ് ആയിട്ട് ഒരാഴ്ച ഇങ്ങനെ ആയി കാണും. പെട്ടെന്ന് മോൾക്ക് ഒരു ഭയങ്കരമായിട്ട് ക്ഷീണം,
അങ്ങനെ ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഞങ്ങളൊന്ന് ഡോക്ടറെ അടുത്ത് പോയി നോക്കി. അപ്പം മോൾ നന്നായി വെയിറ്റ് കുറഞ്ഞു, 1.5 കിലോയുടെ അടുത്ത് വരെ എത്തി. അപ്പോൾ 1 മാസം ആകുമ്പോഴേക്ക് വീണ്ടും അവൾ NICU-ലായി. അപ്പോൾ മോൾ NICU-ലാകുമ്പം എനിക്ക് അവിടെ വാർഡിൽ നിൽക്കുക, അങ്ങനെയായിരുന്നു. പിന്നെ അവൾക്ക് ബ്രസ്റ്റ് മിൽക്ക് തികയുന്നില്ല എന്നുള്ളത് മനസ്സിലായ സമയത്ത് ഡോക്ടർമാർ ഫോർമുലൊക്കെ എഴുതി തന്നു. അപ്പോൾ അതുവരെ അവരെനിക്ക് തന്നിട്ടുണ്ടായില്ല. അപ്പം മോൾക്കത് പറ്റുന്നില്ല, അതായത് എൻ്റെ മിൽക്ക് അവൾക്ക് തികയുന്നില്ല, കാരണം ഈ വലിച്ചിട്ടാണല്ലോ നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ഫോർമുലയൊക്കെ ചെയ്തപ്പോൾ ഇപ്പോഴും അവൾ ഫോർമുല ആണ് കുടിക്കുന്നത്. അപ്പോൾ അത് കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൾ പിന്നെയെങ്കിലും ഒന്ന് ഉഷാറായി വന്നത്. അപ്പോൾ അങ്ങനെ 1.5 ആഴ്ചത്തോളം പിന്നെ നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം മോളുടെ 28 ഒരു നൂലുകെട്ട് ചെറിയൊരു രീതിയിൽ നടത്താമെന്നൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു, അഡ്മിറ്റ് ആയിരുന്നു. കറക്റ്റ് 28 കഴിഞ്ഞതിൻ്റെ പിറ്റേന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഡിസ്ചാർജായി വന്നത്. അപ്പം അങ്ങനെ ആ ഒരു കടമ്പൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അവൾക്ക് ജനുവരി 25 വന്ന് 1 വയസ്സാവുകയാണ്. അപ്പം ഞാൻ കരയില്ല എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവളുടെ കാര്യം ആരോട് പറയുമ്പോഴായാലും സംസാരിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും, എന്താണെന്നറിയില്ല. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.